വേണ്ട വേണ്ട വേണ്ട. എന്റെ കൂടെ വന്നതിന് ശരവണനെ വഴക്കൊന്നും പറയാൻ നിൽക്കണ്ട. ശരവണൻ കുറച്ചു മുമ്പ് ഓഫീസിൽ വന്നിരുന്നു. ശരവണൻ വന്നതേ അച്ഛൻ എവിടെയാണെന്ന് സ്വാമിയോട് ചോദിക്കാനാ. സ്വാമി അതിന് ഉത്തരം പറയാത്തോണ്ട് ശരവണൻ സ്വാമിയെ തല്ലി. ഗുണ്ടയാടാ നീ? എന്റെ ഓഫീസിൽ വന്ന ഒരാളെ തല്ലിയാലേ സ്വാഭാവികമായിട്ട് ഞാൻ പോലീസിൽ അറിയിക്കും. പക്ഷെ നമ്മുടെ ശരവണനല്ലേ, അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല. നിത്യ, ദാ ഇത് ഞാൻ തനിക്ക് വേണ്ടി വാങ്ങിയതാ. എനിക്കൊന്നും വേണ്ട. ശേ, അത് പറഞ്ഞ എങ്ങനെ ശരിയാവുന്ന? ഒരാളൊരു സമ്മാനം വാങ്ങിക്കൊണ്ടുവന്ന അത് സ്വീകരിക്കാനൊരു മനസ്സ് വേണം. അച്ഛൻ എവിടെയെന്ന് ചോദിച്ചപ്പോ കൊല്ലം വീട് വിട്ടിരിക്കുകയാണെന്നല്ലേ പറഞ്ഞ? എന്നിട്ട് എനിക്ക് സമ്മാനം. ഞങ്ങളൊക്കെ വെറും മണ്ടന്മാരാണെന്നാണോ നിങ്ങളൊക്കെ കരുതിയിരിക്കുന്നത്? നിത്യ, ഇന്നത്തെ ദിവസം നിത്യ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സാധിച്ചു. ഇന്നെനിക്ക് ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. നിത്യ ചോദിച്ചോ? എങ്കിൽ അച്ഛൻ എവിടെയാണെന്ന് പറയേ. അമ്മയ്ക്ക് അച്ഛനോടൊന്ന് ഫോണിൽ സംസാരിക്കണം. സത്യത്തിൽ നിങ്ങളുടെയൊക്കെ ഈ പരസ്പര സ്നേഹമുണ്ടല്ലോ, അതെന്നെ വല്ലാതെ അമ്പരപ്പിക്കുന്നുണ്ട്. നോക്ക്, ചാകാൻ പോലും പേടിയില്ലാതെ ശരവണൻ എന്റെ ഓഫീസിൽ അതിക്രമിച്ച് കയറി എന്റെ സ്റ്റാഫിനെ ഉപദ്രവിച്ചു. അച്ഛന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാതെ എന്നെ ചോദ്യം ചെയ്യാൻ നിത്യ തയ്യാറായി. അച്ഛനെ ഞാൻ കാണിച്ചു തരാം. നാളെ നമുക്ക് ഒരുമിച്ച് അച്ഛന്റെ അടുത്തേക്ക് പോവാം. ഞാൻ നിന്നെ വിശ്വസിക്കില്ല. വേണ്ട, വിശ്വസിക്കോ വിശ്വസിക്കാതിരിക്കോ നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ അച്ഛനെ ജീവനോടെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ